യവനാചാരങ്ങൾ ലംഘിക്കുന്ന ധിക്കാരികളെ, നിങ്ങൾക്ക് ദുരിതം. യൂദയായിലെ ശക്തിദുർഗങ്ങൾ തകർന്നു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾക്ക് ജീവിക്കാം. എന്നെ അനുസരിച്ചാൽ നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച്, സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരട്ടെ. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വിശുദ്ധ സ്ഥലങ്ങളിൽ ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും നിരോധിച്ചു കഴിഞ്ഞു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കി കഴിഞ്ഞു. പുരോഹിതന്മാർ കളങ്കപ്പെടുന്നു. വിഗ്രഹങ്ങളും ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കുന്നു. രാജകൽപ്പന ലംഘിക്കുന്നവർ മരണത്തിന് കീഴടങ്ങട്ടെ. ഇങ്ങോട്ടും മാറി നിൽക്കടാ. ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വറചട്ടികളും കുട്ടകങ്ങളും അഗ്നിയിൽ പഴുപ്പിക്കട്ടെ. ഈ ധിക്കാരിയുടെ നാവും കൈകാലുകളും ഛേദിച്ച് ശിരസിലെ ചർമ്മൂരിയാനും ഞാൻ ഉത്തരവിടുന്നു. ഇവനെ വറചട്ടിയിൽ ജീവനോടെ പൊരിച്ചെടുക്കാം. അവിടുത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. നീ ഈ പന്നിമാംസം ഭക്ഷിക്കുമോ? നിന്റെ സഹോദരൻ അനുഭവിച്ചതുപോലെ പീഡനമേറ്റ് മരിക്കുവാൻ നിനക്ക് ഭയമില്ലേ? ഇല്ല, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. തെണ്ടി പരിശകൾ നീങ്ങി നിൽക്കടാ ഇങ്ങോട്ട്. വാ ഇവിടെ വരാൻ. ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു. അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. പട്ടികളെ പോലെ മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. വാ ഇവിടെ. പുനരുദ്ധാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല, പുതിയ ജീവിതവുമില്ല. ഇവന്റെയൊക്കെ വിധി പുഴുക്കളെക്കാൾ ദയനീയമായിരിക്കും. രാജകൽപ്പന ലംഘിക്കുന്ന പരിശകൾ. ഇതിനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത്. അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും. ജീവിക്കാൻ ഗതിയില്ല, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല നിനക്കൊക്കെ. ഇവിടെ വാ. നിന്റെയൊക്കെ മരണം എന്റെ കൈകൾ കൊണ്ട് തന്നെ. വ്യർത്ഥമായി ആഹരിക്കേണ്ട. ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം. അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത്. ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷയേൽക്കാതെ പോകുമെന്ന് കരുതേണ്ട. നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. ഹേ സ്ത്രീയെ, നിന്റെ മകനെ ഉപദേശിക്കൂ.
നിനക്കൊരു സന്തതിയെങ്കിലും വേണമെങ്കിൽ നാം പറയുന്നത് അനുസരിക്കാൻ സ്വയം ജീവൻ രക്ഷിക്കുവാൻ പറയൂ. മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി. നിന്നെ ഇന്നുവരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും നോക്കുക. അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. ഹേ യുവാവേ, നിന്റെ പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ തയ്യാറായാൽ നിനക്ക് ധനവും അധികാരവും നൽകി എന്റെ സ്നേഹിതനായി നിന്നെ ഞാൻ സ്വീകരിക്കാം. നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാകും. പാപിയായ നീച, അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയണ്ട. സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിന്റെ മേൽ നീതിയായി തന്നെ നിബന്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എന്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാൻ ഇടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. 7 മക്കളെയും കുരുതി കൊടുത്ത സ്ത്രീയെ ഇനി നീ മാത്രം എന്തിനു ജീവിച്ചിരിക്കുന്നു? നിന്റെ നാശവും ഞങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ. സ്വർഗം കിട്ടും പോലും സ്വർഗം. നിന്റെയൊക്കെ ജീവിതം അവസാനിക്കുന്നു ഇവിടെ. മതപീഡനങ്ങൾ തുടർക്കഥയാകുന്ന ഈ യുഗത്തിലും നിസ്സഹായരും നിരാലംബരുമായ അനേകം ദൈവമക്കൾ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ്. അനീതി പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങൾക്ക് കീഴിൽ ഇപ്പോഴും മതതീവ്രവാദവും ഭീകരതയും തഴച്ചു വളരുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും അനേകം ഏഷ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവ മിഷണറിമാരും ജീവകാരുണ്യ പ്രവർത്തകരും മർദ്ദനമേൽക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്യുന്നു. ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നന്മയുടെയും പരസ്നേഹത്തിൻ്റെയും സുവിശേഷ മാഹാത്മ്യം ലോകത്തെ വിളിച്ചറിയിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും മുന്നിൽ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ എളിയ ബൈബിൾ ലഘുനാടകം സവിനയം സമർപ്പിക്കുന്നു.